ATM കൊള്ള നടത്തിയ കേസിലെ പ്രതികളെ തൃശൂരിലെത്തിച്ചു. ഏഴംഗ കവർച്ചാ സംഘത്തിലെ 5 പ്രതികളെയാണ് തൃശൂരിലെത്തിച്ചത്. പ്രതികൾ മറ്റൊരു ATM കൂടി കൊള്ള നടത്താൻ ലക്ഷ്യമിട്ടിരുന്നതായി പോലീസ്. സംസ്ഥാന സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ BJP കളക്ടറേറ്റ് മാർച്ച് നടത്തി. മുഖ്യമന്ത്രിക്ക് പലതും ഒളിക്കാനും ഭയക്കാനും ഉള്ളതുകൊണ്ടാണ് പറഞ്ഞതെല്ലാം വിഴുങ്ങുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. കുവൈറ്റിൽ ഇറാനിയൻ വാണിജ്യ കപ്പൽ അപകടത്തിൽ മരിച്ച മണലൂർ സ്വദേശിയുടെ മൃതദേഹം നാളെ എത്തിക്കും. മണലൂർ വിളക്കേത്ത് ഹനീഷ് ആണ് 1 മാസം മുൻപുണ്ടായ അപകടത്തിൽ മരിച്ചത്. അരണാട്ടുകര ഷീല കൊലക്കേസ് പ്രതികളെ വെറുതെ വിട്ടു. തൃശൂർ 1-ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതികളെ വെറുതെ വിട്ടത്. മാള സ്നേഹഗിരിയിൽ വീടിനും കാറിനും ബൈക്കിനും പെട്രോൾ ഒഴിച്ച് തീയിട്ട സംഭവത്തിൽ ബന്ധു അറസ്റ്റിൽ. കുഴൂർ കുന്നത്തുപറമ്പിൽ ഫ്രാൻസിസ് ആണ് അറസ്റ്റിലായത്. കൊരട്ടി തിരുമുടിക്കുന്നിൽ ആന്ധ്ര സ്വദേശിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. വീട്ടുടമയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാർത്തകൾ വിശദമായി. തൃശൂരിലെ 3 ATMകൾ കൊള്ളയടിച്ച് രക്ഷപ്പെട്ടു പോകുന്നതിനിടെ തമിഴ്നാട്ടിൽ പിടിയിലായ 7-അംഗ ഉത്തരേന്ത്യൻ സംഘത്തിലെ 5 പ്രതികളെ തൃശൂരിലെത്തിച്ചു. ഹരിയാന സ്വദേശികളായ ഇർഫാൻ, സ്വിഗിൻ, സബീർ ഖാൻ, മുഹമ്മദ് ഇക്രം, മുബാരിഖ് എന്നിവരെയാണ് ഉച്ചയോടെ കനത്ത പോലീസ് ബന്ദവസിൽ തൃശൂരിലെത്തിച്ചത്. പ്രതികൾ തൃശൂരിനും ഇരിങ്ങാലക്കുടയ്ക്കുമിടയിലെ മറ്റൊരു ATM കൂടി കൊള്ളയടിക്കാൻ പദ്ധതിയിട്ടിരുന്നതായി പോലീസ് പറഞ്ഞു. പ്രതികളെ ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കി. വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം പ്രതികളെ തൃശൂർ CJM കോടതിയിൽ ഹാജരാക്കി. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനായി കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. നാളെ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ഇരിങ്ങാലക്കുട, തൃശൂർ ഈസ്റ്റ്, വിയൂർ സ്റ്റേഷൻ പരിധികളിലായി 3 FIRകളാണ് ഇട്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസം 27-ന് പുലർച്ചെയായിരുന്നു ജില്ലയെ നടുക്കിയ കവർച്ച അരങ്ങേറിയത്. പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ സംഘാംഗമായ ജുമാലുദ്ദീൻ വെടിയേറ്റ് മരിച്ചിരുന്നു. പോലീസിന്റെ വെടിയേറ്റ മറ്റൊരു പ്രതി അസർ അലി കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. फ्रंट करला बैको മുഖ്യമന്ത്രിക്ക് പലതും ഒളിക്കാനും ഭയക്കാനും ഉള്ളതുകൊണ്ടാണ് പറഞ്ഞതെല്ലാം വിഴുങ്ങുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. മുഖ്യമന്ത്രിയുടെ മനോനില തെറ്റിയെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ കാടടച്ച് വെടിവെക്കുന്നത് സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും രക്ഷപ്പെടുത്താനാണെന്നും രമേശ് കുറ്റപ്പെടുത്തി. സംസ്ഥാന സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ BJP ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുരിതാശ്വാസ പണം വരെ കൊള്ളയടിച്ച് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്ന BJPയുടെ മുൻ ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് ഭരണകക്ഷി MLA ആയ PV അൻവറിന്റെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തലുകൾ. കരിപ്പൂർ വിമാനത്താവളം വഴി നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്തും മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച ഹവാല ഇടപാടുകളും ഇത്തരം പ്രവർത്തികൾക്കാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഒരു സമുദായത്തിന്റെ പേര് പറഞ്ഞ് ഇക്കാര്യങ്ങളിൽ നിന്നെല്ലാം സർക്കാരും പ്രതിപക്ഷവും ഒഴിഞ്ഞു മാറുകയാണ്. ഇതിലെ ശരിയായ രാഷ്ട്രീയം പ്രതിപക്ഷവും മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നില്ല. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോയെന്നും ആർക്കുവേണ്ടിയാണ് പറഞ്ഞതെല്ലാം വിഴുങ്ങുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെടുമോ എന്നും MD രമേശ് ചോദിച്ചു. മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത്, ഹവാല പണം ഈ ഉണ്ട് എന്നുള്ള മുഖ്യമന്ത്രിയുടെ വെളിപ്പെടുത്തൽ അദ്ദേഹം ഉൾപ്പെടെങ്കിലും ഉറച്ചു നിൽക്കുന്നുണ്ടോ? ആ ആരോപണത്തെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറുണ്ടോ? അതിനു പകരം ഞങ്ങൾ മലപ്പുറം ജില്ലയെ അപമാനിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്ന യുക്തി എന്താണ്? ഇതെല്ലാം ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. നിങ്ങളൊക്കെ എപ്പോഴെല്ലാം കേരളത്തിലെ മുഖ്യമന്ത്രി പ്രതിസന്ധിയിലായിട്ടുണ്ടോ അന്നെല്ലാം മുഖ്യമന്ത്രിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി മറ്റാരോപണങ്ങളിലേക്ക് കേരളത്തിന്റെ ശ്രദ്ധയെ എത്തിക്കാൻ പരിശ്രമിക്കുന്ന ആളുകളാണ് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടി.
കേരളത്തിലെ പ്രതിപക്ഷ നേതൃത്വം. അപ്പൊ വി ഡി സതീശന്റെ പരിശ്രമം പിണറായി വിജയനെ രക്ഷപ്പെടുത്തലാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്നുകൊണ്ട് യഥാർത്ഥമായിട്ടുള്ള പ്രശ്നം നിന്ന് വെടിതിരിച്ചു വിടാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമം നടത്തുകയാണ്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട വിഷയത്തിൽ ആദ്യം ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടത് BJP ആണെന്നും MD രമേശ് പറഞ്ഞു. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി A നാഗേഷ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് KR ഹരി, ജസ്റ്റിൻ ജേക്കബ്, മേഖലാ ജനറൽ സെക്രട്ടറി രഘുനാഥ് സി മേനോൻ എന്നിവർ പങ്കെടുത്തു. TCV തൃശൂർ. കുവൈറ്റിൽ ഇറാനിയൻ വാണിജ്യ കപ്പൽ അപകടത്തിൽ മരിച്ച മണലൂർ സ്വദേശിയുടെ മൃതദേഹം നാളെ എത്തിക്കും. വിളക്കേത്ത് ഹരിദാസന്റെ മകൻ 26 വയസ്സുള്ള ഹനീഷാണ് മരിച്ചത്. അൽ ബക്തർ 1 എന്ന ഇറാനിയൻ കപ്പലിൽ ഡെക്ക് ഓപ്പറേറ്ററായിരുന്നു ഹനീഷ്. 1 മാസം മുമ്പാണ് അപകടമുണ്ടായത്. ഹനീഷിന്റെ മാതാപിതാക്കളുടെ DNA ടെസ്റ്റ് നടത്തി നോർക്ക മുഖേന കുവൈത്ത് എംബസിയിലേക്ക് അയച്ചിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്നാണ് DNA ക്രോസ് മാച്ച് ചെയ്യുന്നതിനായി അയച്ചത്. കഴിഞ്ഞ ജനുവരിയിലാണ് ഹനീഷ് ഇറാനിയൻ കപ്പലിൽ ജോലിക്കായി ചേർന്നത്. ഹനീഷിന്റെ മൃതദേഹം നാളെ എത്തിക്കുമെന്ന് അധികൃതർ വീട്ടുകാരെ അറിയിച്ചു. ഇതേസമയം കപ്പൽ അപകടത്തിന്റെ കാരണം ഇനിയും വ്യക്തമായിട്ടില്ല. തൃശൂർ അറനാട്ടുകര തോപ്പിൻമുല ഷീല കൊലപാതക കേസിൽ പ്രതികളെ വെറുതെ വിട്ടു. തൃശൂർ 1-ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതികളെ വെറുതെ വിട്ടത്. ഷീലയുടെ വീട്ടിൽ പ്രതികൾ അതിക്രമിച്ചു കയറുകയും സംസാരശേഷിയും കേൾവിശക്തിയുമില്ലാത്ത സഹോദരിയെ കെട്ടിയിട്ടതിനു ശേഷം ഷീലയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നുമാണ് കേസ്. 2012 ജൂണിലാണ് സംഭവം. കേസിലെ 2-ാം പ്രതിയായ കമല ഷീലയുടെ വീട്ടിലെ വേലക്കാരിയായിരുന്നുവെന്നും ഇവരുടെ നിർദ്ദേശപ്രകാരം മറ്റു പ്രതികൾ സ്വർണ്ണാഭരണങ്ങളും മറ്റും കവർച്ച ചെയ്യുന്നതിനായി കൊലപാതകം നടത്തിയെന്നുമാണ് സാക്ഷിമൊഴി. വിചാരണ മധ്യേ 2-ാം പ്രതി ഒളിവിൽ പോകുകയായിരുന്നു. 2-ാം പ്രതി ഒഴികെയുള്ള മറ്റു പ്രതികളെ കോടതി വെറുതെ വിട്ടു. എന്നാൽ സംശയാതീതമായി കേസ് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ലെന്ന് കണ്ടെത്തിയാണ് കേസ് വെറുതെ വിട്ടത്. 1-ാം പ്രതിക്ക് വേണ്ടി അഡ്വക്കേറ്റ് CT ജോഫി, അഡ്വക്കേറ്റ് പ്രതീഷ്, P വർഗീസ് എന്നിവർ കോടതിയിൽ ഹാജരായി. തൃശ്ശൂർ അറനാട്ടുകരയിൽ 2012 നടന്ന ഷീല വധക്കേസ്, അതിന്റെ വിചാരണ തൃശ്ശൂർ സെഷൻസ് കോടതിയിലാണ് നടന്നു വന്നിരുന്നത്. സാക്ഷിഭാഗത്തു നിന്നും 24 സാക്ഷികൾ വിസ്തരിച്ച കേസിൽ സംശയാതീതമായി പ്രതികൾക്കെതിരെയുള്ള കുറ്റം തെളിയിക്കാൻ സാധിച്ചില്ല. പ്രോസിക്യൂഷന് സാധിക്കാത്തതിനാൽ 2-ാം പ്രതി ഒഴികെയുള്ള എല്ലാ പ്രതികളെയും കോടതി വെറുതെ വിടുകയാണ് ചെയ്തത്. 2-ാം പ്രതി വിചാരണ മധ്യേ അബ്സ്കൗണ്ട് ആവുകയും കോടതിയിൽ ഹാജരാകാതിരിക്കുകയുമാണ് ചെയ്തത്. സ്വർണ്ണാഭരണങ്ങളും വാഹനവും കവർച്ച ചെയ്യുന്നതിനാണ് പ്രതികൾ ഷീലയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയത്. ഷീലയും ഷീലയുടെ ഒരു സഹോദരി, ഊമയായ സഹോദരി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഭർത്താവ് ഗൾഫിലായിരുന്നു. ആ സമയത്താണ് സ്വർണ്ണാഭരണവും വാഹനവും കമ്പ്യൂട്ടറും പണവും എല്ലാം മോഷ്ടിക്കുന്നതിനായി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയിട്ടാണ് പ്രതികൾ കൃത്യം നിർവഹിച്ചത്. സംശയാതീതമായി തെളിയിക്കാൻ സാധിക്കാത്തതിനാലാണ് 24 സാക്ഷികളെ വിസ്തരിച്ചിട്ടും 84 രേഖകൾ ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരാക്കിയിട്ടും തെളിയിക്കാൻ സാധിക്കാത്തതിന് പ്രതികളെ വെറുതെ വിട്ടുകൊണ്ട് സെഷൻസ് ജഡ്ജി KE സാലിഹ് ഉത്തരവ് പ്രഖ്യാപിച്ചു. മാള സ്നേഹഗിരിയിൽ വീടും വാഹനങ്ങളും പെട്രോൾ ഒഴിച്ച് തീയിട്ട സംഭവത്തിൽ ബന്ധുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുഴൂർ കുന്നത്തുപറമ്പിൽ ഫ്രാൻസിസിനെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. പൊള്ളലേറ്റ ഇയാൾ പോലീസ് കസ്റ്റഡിയിൽ ചികിത്സയിലാണ്. കാലിലും കൈയിലും സാരമായി പൊള്ളലേറ്റിട്ടുണ്ട്. സ്നേഹഗിരി പുന്നക്കൽ ജോസിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം സംഭവം നടന്നത്. ജോസിന്റെ ഭാര്യ മേഴ്സിയുടെ സഹോദരിയുടെ ഭർത്താവാണ് ഫ്രാൻസിസ്. വീടിന്റെ വരാന്തയിലും കാറിലും പെട്രോൾ ഒഴിച്ച ശേഷം കത്തിക്കുകയായിരുന്നു. കാറും ബൈക്കും പൂർണ്ണമായി കത്തിനശിച്ചു. വീട് ഭാഗികമായി കത്തിയിട്ടുണ്ട്. പെട്രോൾ ഒഴിക്കുന്നത് കണ്ടപ്പോൾ തന്നെ വീടിനകത്തുണ്ടായിരുന്ന ജോസും ഭാര്യ മേഴ്സിയും പിൻവാതിൽ തുറന്ന് പുറത്തേക്കോടി. ഫ്രാൻസിസിന്റെ ഭാര്യയെ കാണാനില്ലെന്നും ജോസ് ആണ് ഒളിപ്പിച്ചതെന്നും ആരോപിച്ചാണ് വഴക്കുണ്ടാക്കിയതെന്ന് പോലീസ് പറഞ്ഞു. കൊരട്ടി തിരുമുടിക്കുന്നിൽ ആന്ധ്ര സ്വദേശിനിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആന്ധ്രാപ്രദേശ് സ്വദേശിനി 54 വയസ്സുള്ള മുന്നയാണ് വ്യാഴാഴ്ച രാത്രി മരിച്ചത്. സംഭവത്തിൽ ഇവരോടൊപ്പം താമസിച്ചിരുന്ന മലയാളിയായ മംഗലത്ത് തെക്കൻ വീട്ടിൽ പോളിയെ കൊരട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. വീടിനകത്തെ ഫാനിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ച യുവതിയെ അവശനിലയിൽ താഴെ ഇറക്കി കിടത്തിയെന്ന് മണിക്കൂറുകൾക്ക് ശേഷം പോളി തന്നെ പോലീസിനെ അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ നേരത്തെ മരണം സംഭവിച്ചെന്ന് വ്യക്തമായി. ഭാര്യ പിണങ്ങിപ്പോയതിനെ തുടർന്ന് പോളി ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. ഭർത്താവ് ഉപേക്ഷിച്ച മുന്ന പോളിയോടൊപ്പം താമസിച്ചു വരികയായിരുന്നു. ദേവസ്വങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തിയുള്ള അന്വേഷണത്തോട് യോജിക്കുന്നില്ലെന്ന് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ. ദേവസ്വങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന രാഷ്ട്രീയ താൽപര്യം കേരളം തിരിച്ചറിയുമെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G രാജേഷ് പറഞ്ഞു.
ആനയും മേളക്കാരും തമ്മിൽ 50 മീറ്റർ അകലം പാലിക്കണമെന്ന ഉത്തരവ് ദുരൂഹമാണ്. പൂരം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ചില ശക്തികളുണ്ടെന്നും ഇവയെക്കുറിച്ച് അന്വേഷിക്കണമെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ പറഞ്ഞു. അളഗപ്പ നഗർ ത്യാഗരാജാർ പോളിടെക്നിക്കിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവേശന കവാടത്തിൽ SFI സ്ഥാപിച്ച കമാനം പുതുക്കാട് പോലീസ് നീക്കം ചെയ്തു. പ്രിൻസിപ്പാളിന്റെ പരാതിയെ തുടർന്നാണ് പോലീസ് നടപടി. പരാതിയെ തുടർന്ന് SFI പ്രവർത്തകരോട് കമാനം നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് പോലീസ് കമാനം നീക്കം ചെയ്തത്. SFI കമാനം നീക്കം ചെയ്തില്ലെങ്കിൽ ABVP പ്രവർത്തകരും കമാനം സ്ഥാപിക്കുമെന്ന് പറഞ്ഞെത്തിയിരുന്നു. ഇത് തർക്കത്തിലേക്ക് നീങ്ങാതിരിക്കുന്നതിനാണ് പോലീസ് SFIയുടെ കമാനം നീക്കം ചെയ്തത്. മുൻപും പോളിടെക്നിക്കിന്റെ പ്രവേശന കവാടത്തിൽ SFIയും ABVPയും കമാനങ്ങൾ സ്ഥാപിച്ചത് പരാതിക്കിടയാക്കി. പിന്നീട് പോലീസ് എത്തി ഇവയെല്ലാം നീക്കം ചെയ്തിരുന്നു. നവരാത്രി ആഘോഷങ്ങൾക്ക് ഭക്തിപൂർവമായ തുടക്കം. ക്ഷേത്രങ്ങളിലും വീടുകളിലും ബൊമ്മക്കൊലു ഒരുക്കി. ക്ഷേത്രങ്ങളിൽ നവരാത്രി സംഗീതോത്സവവും നൃത്തനൃത്യങ്ങളും അരങ്ങേറുന്നുണ്ട്. ജില്ലയിലെ പ്രമുഖ എഴുത്തിനിരുത്തിൽ ക്ഷേത്രമായ തിരുവുള്ളക്കാവിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഇത്തവണ 2 നാളുകളിലാണ് പുസ്തകപൂജ. ഞായറാഴ്ച വിജയദശമി ദിനത്തിൽ എഴുത്തിനിരുത്തിൽ ചടങ്ങ് നടക്കും. വിവിധ ക്ഷേത്രങ്ങളിൽ ഇതിനായി ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. കൊടകര പൂനിലാർക്കാവ് ദേവി ക്ഷേത്രത്തിൽ നവരാത്രി നൃത്ത സംഗീതോത്സവത്തിന് തുടക്കമായി. ക്ഷേത്രം തന്ത്രിമാരായ തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരി, അഴകത്ത് ഹരീഷ് നമ്പൂതിരി, ഊരാളൻ പടിഞ്ഞാറാംകുന്നത്ത് ജയസൂര്യ നമ്പൂതിരി എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് നടന്ന യോഗം സീരിയൽ താരം ശിവാനി മേനോൻ ഉദ്ഘാടനം ചെയ്തു. പൂനിലാർക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡി നിർമ്മൽ അധ്യക്ഷത വഹിച്ചു. പിന്നണി ഗായിക വർഷ വിക്രം, ദേവസ്വം സെക്രട്ടറി ഇ രവീന്ദ്രൻ, പ്രോഗ്രാം കൺവീനർ രാമചന്ദ്രൻ പയ്യാക്കൽ എന്നിവർ സംസാരിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗം സംഘടിപ്പിക്കുന്ന ദിശ ഹയർ സ്റ്റഡീസ് എക്സ്പോയ്ക്ക് തൃശൂരിൽ തുടക്കമായി. വിദ്യാർത്ഥികൾക്ക് തുടർ പഠന മേഖലയും തൊഴിൽ മേഖലയും തിരഞ്ഞെടുക്കാനുള്ള വഴിയൊരുക്കുകയാണ് പ്രദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിവിധ ജില്ലകളിൽ നിന്നായി 60,000 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ചൊവ്വാഴ്ച വരെയാണ് മേള. ദേശീയ അന്തർദേശീയ തലത്തിൽ മികവുള്ള 70 സ്ഥാപനങ്ങളുടെ സ്റ്റാളുകളുണ്ടാകും. രാജ്യത്തെ ഉന്നത ശാസ്ത്ര പുരസ്കാരമായ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരത്തിന് തെരഞ്ഞെടുക്കപ്പെടാൻ അക്കാദമികമല്ലാത്ത മാനദണ്ഡങ്ങളും വകുപ്പ് മന്ത്രിയുടെ ഇഷ്ടാനിഷ്ടങ്ങളും ആണെന്ന സ്ഥിതി അംഗീകരിക്കാനാവില്ലെന്ന് ശാസ്ത്രജ്ഞ കൂട്ടായ്മ അംഗീകരിച്ച പ്രമേയം ചൂണ്ടിക്കാട്ടി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃശൂർ ജില്ലാ ശാസ്ത്രാവബോധ സമിതി സംഘടിപ്പിച്ച ശാസ്ത്രജ്ഞരുടെ കൂട്ടായ്മയാണ് പ്രമേയം പാസാക്കിയത്. പുരസ്കാര കമ്മിറ്റി നൽകുന്ന ശുപാർശയിൽ വെട്ടിത്തിരുത്തൽ നടത്തുന്നതും കേന്ദ്രമന്ത്രി അന്തിമ തീരുമാനമെടുക്കുന്നതും മന്ത്രിയുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് ചില ശാസ്ത്രജ്ഞരെ ഒഴിവാക്കുന്നതും ഇതുവരെ കേട്ടുകേൾവിയില്ലാത്തതും ഞെട്ടിക്കുന്നതുമാണെന്നും പ്രമേയം കുറ്റപ്പെടുത്തി. പരിഷത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ CL ജോഷിയാണ് പ്രമേയം അവതരിപ്പിച്ചത്. കേരള ജൈവവൈവിധ്യ ബോർഡ് മുൻ ചെയർമാൻ ഡോക്ടർ C ജോർജ് തോമസ് അധ്യക്ഷത വഹിച്ചു. സത്യാനന്തര കാലഘട്ടത്തിൽ നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ ഡോക്ടർ ജിജു A മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. ശാസ്ത്രാവബോധ സമിതി കൺവീനർ C ബാലചന്ദ്രൻ, ഡോക്ടർ KK അബ്ദുള്ള, ഡോക്ടർ കാവുംബായി ബാലകൃഷ്ണൻ, ഡോക്ടർ KA ഹസീന എന്നിവർ സംസാരിച്ചു. പരോളിലിറങ്ങി ചാരായം വാറ്റിയ പ്രതി പോലീസിനെ കണ്ടതോടെ ഓടി രക്ഷപ്പെട്ടു. ആളൂരിൽ പരോളിലിറങ്ങിയ ജയിൽ പുള്ളി ആളൂർ സ്വദേശി സതീശനാണ് ചാരായം വാറ്റിയത്. പോലീസിനെ കണ്ടതോടെ ഇയാൾ ഇറങ്ങിയോടി. ചാലക്കുടിയിൽ CPM പ്രവർത്തകർ മാഹിനെ ആശുപത്രിയിൽ കയറി വെട്ടിക്കൊന്ന കേസിലെ പ്രതിയാണ് സതീശൻ. തവനൂർ സെൻട്രൽ ജയിലിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിച്ചു വരികയാണ് ഇയാൾ. കുട്ടനല്ലൂർ തോട്ടപ്പടിയിൽ ഗുഡ്സ് ഓട്ടോ നിയന്ത്രണം വിട്ട് റോഡ് സൈഡിലെ മരത്തിലിടിച്ചു. ഇറച്ചിക്കോഴിയുമായി പോയിരുന്ന ഗുഡ്സ് ഓട്ടോയാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടകര പുത്തുകാവ് ദേവി ക്ഷേത്രത്തിൽ ദേവി ഭാഗവത നവാഹ യജ്ഞത്തിന് തുടക്കമായി. തന്ത്രി അഴകത്തുമനയ്ക്കൽ ഹരീഷ് കുമാർ നമ്പൂതിരി, ക്ഷേത്രം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ എടാട്ട്, സെക്രട്ടറി MN രാമൻ നായർ, AK പ്രേമൻ, പ്രസന്നകുമാർ എന്നിവർ സംസാരിച്ചു. യജ്ഞം ഈ മാസം 11-ന് ആറാട്ടോടെ സമാപിക്കും. നടൻ ഇടവേള ബാബു ചോദ്യം ചെയ്യലിനായി പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ വീണ്ടും ഹാജരായി. ആലുവ സ്വദേശിനിയായ നടി നൽകിയ പീഡന പരാതിയിലാണ് ഹാജരായത്. ഇടവേള ബാബുവിനെ നേരത്തെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു.
കേരള ക്ലൈമറ്റ് റീസൈലൻസ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ എന്ന കേര പദ്ധതി കോൾ പാടശേഖരങ്ങളിൽ പ്രയോഗിക്കാനുള്ള സാധ്യത പരിശോധനയ്ക്കായി അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം, കേന്ദ്ര ജല ഗവേഷണ വികസന മാനേജ്മെന്റ് കേന്ദ്രം, കേരള കാർഷിക സർവകലാശാല, സംസ്ഥാന കൃഷി വകുപ്പ് പ്രതിനിധികൾ ചാഴൂർ പുറത്തൂർ പാടശേഖരം സന്ദർശിച്ചു. കൃഷിയിലെ ജലക്രമീകരണത്തിലൂടെ ഹരിതഗൃഹ വാതക ബഹിർഗമനം കുറയ്ക്കാൻ ലോകത്ത് നടക്കുന്ന പരീക്ഷണ പദ്ധതി ലോകബാങ്കിന്റെ സഹായത്തോടെ കേരളത്തിൽ നടപ്പിലാക്കാനാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. IRRI പ്രതിനിധികളായ അമിത് ശ്രീവാസ്തവ, പ്രോലെ ഡെബ്, പ്രകാശൻ ചെല്ലാട്ടിൽ, ലിസ വർക്കി, കേന്ദ്ര ജല ഗവേഷണ വികസന കേന്ദ്രം ശാസ്ത്രജ്ഞരായ ഡോക്ടർ അമ്പിളി, ആശിഷ് കുമാർ ചതുർവേദി, കേരള കാർഷിക സർവകലാശാല ഗവേഷണ കേന്ദ്രം ഡയറക്ടർ പ്രൊഫസർ എ ലത എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. കൃഷി വകുപ്പ് ജല മാനേജ്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ഷേർലി, ചാഴൂർ കൃഷി ഓഫീസർ അമൃത സി രാജൻ, ആലപ്പാട് പുള്ള് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KV ഹരിലാൽ, പുറത്തൂർ പടവ് കൺവീനർ കേശവരാജൻ എന്നിവരുടെ നേതൃത്വത്തിൽ സന്ദർശക സംഘത്തെ സ്വീകരിച്ചു. മുളങ്ങുന്നത്തുകാവ് കലാസമിതി സ്കൂളിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോലഴി മേഖലാ ബാലവേദി ഗാന്ധി ജയന്തി ദിനാഘോഷം സംഘടിപ്പിച്ചു. നിരഞ്ജൻ അധ്യക്ഷത വഹിച്ചു. PJ ശ്രേയ, ഗൌരി നന്ദൻ, അനാമിക പ്രമോദ്, PU ഹരി തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. മേഖലാ ബാലവേദി കൺവീനർ ഉണ്ണികൃഷ്ണൻ, മേഖലാ കമ്മിറ്റി അംഗങ്ങളായ T സത്യനാരായണൻ, T ഹരികുമാർ, ജില്ലാ കമ്മിറ്റി അംഗം IK മണി, മേഖലാ പ്രസിഡന്റ് പ്രീത ബാലകൃഷ്ണൻ, സെക്രട്ടറി VK മുകുന്ദൻ, ട്രഷറർ MN ലീലാമ്മ തുടങ്ങിയവർ നേതൃത്വം നൽകി. മുല്ലപ്പൂ നിറമുള്ള പെണ്ണ് പഴഞ്ഞി യെൽദോമാർ ബസേലിയോസ് ബാബയുടെ 339ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന ലേലം വിളി ആവേശമായി. വികാരി ഫാദർ ഐസക് ജോൺ ആദ്യ ലേലം വിളിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ആന്റണി പൌലോസ്, പള്ളി ട്രസ്റ്റി CJ സന്തോഷ്, സെക്രട്ടറി സിൻഡോ P ഷീമോൻ തുടങ്ങിയവരും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി. 77,777 രൂപ. ഒറ്റ വാക്കും കൂടെ ഉള്ളൂ. 1,77,777 രൂപ. ഏറ്റവും പ്രിയപ്പെട്ട ഷാജു സൈമണാണ് അത് വിളിച്ചിരിക്കുന്നത്. നമ്മുടെ വിളിച്ചിരിക്കുന്നത് ഇവരുടെ എല്ലാ കാര്യങ്ങളും സജീവമായ സാന്നിധ്യമാണ് ഇവരുടെയൊക്കെയും. അത് പ്രത്യേകം തൃശൂർ പുത്തൻപള്ളി ബസിലിക്കയുടെ ദൈവാലയ പ്രതിഷ്ഠാ ശതാബ്ദി വർഷാചരണത്തിന്റെ ലോഗോ പ്രകാശനം തൃശൂർ അതിരൂപത സഹായ മെത്രാൻമാർ ടോണി നീലങ്കാവിൽ നിർവഹിച്ചു. ബസിലിക്ക വികാരി ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത്, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഫെബിൻ ചിറയത്ത്, ഫാദർ ഡിൻഡോ വല്ലച്ചിറക്കാരൻ, ജനറൽ കൺവീനർ TK അന്തോണിക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ സെന്റ് മേരീസ് കോളേജ് തൃശൂർ DD ഓഫീസുമായി സഹകരിച്ച് നഗരത്തിലെ വിവിധ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി വിഗ്യാൻ മാർഗ് ഓപ്പൺ ഡേ സംഘടിപ്പിച്ചു. വൈവിധ്യമാർന്ന പാഠ്യേതര മേഖലകളെയും കോളേജിന്റെ ലാബുകൾ, മ്യൂസിയങ്ങൾ, ലൈബ്രറി, സ്റ്റുഡിയോ തുടങ്ങിയ അനുബന്ധ പഠന സൌകര്യങ്ങളെയും വിദ്യാർത്ഥികൾക്ക് കാണാൻ അവസരം നൽകി. ഓരോ ഡിപ്പാർട്ട്മെന്റിലും എക്സിബിഷനുകളും ഗെയിംസും ഉന്നത വിദ്യാഭ്യാസ സാധ്യതകളെക്കുറിച്ചുള്ള വിശദീകരണങ്ങളും സജ്ജമാക്കിയിരുന്നു. മുംബൈ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിലെ റിട്ടയേർഡ് സയന്റിസ്റ്റ് ഡോക്ടർ TR ഗോവിന്ദൻകുട്ടി വിഗ്യാൻ മാർഗ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ TL ബീന, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ മീന K ചെറുവത്തൂർ, കോർഡിനേറ്റർ ഡോക്ടർ സിസ്റ്റർ സിജി, സ്മിത റോസ് തുടങ്ങിയവർ സംസാരിച്ചു. ഗാന്ധി ജയന്തി വാരത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി നടത്തി. കുറ്റൂർ ചന്ദ്ര മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റുകളാണ് പൂമല പുനർജനി സന്ദർശിച്ച് ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തിയത്. വിയൂർ സ്റ്റേഷനിലെ SI വിനോജ് കുമാർ, മനീക്, രേഷ്മ, വർഗീസ്, രാഖി, ലിൻസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊച്ചുമകന്റെ സമയോചിതമായ ഇടപെടൽ അച്ചമ്മയുടെ ജീവൻ രക്ഷിച്ചു. ചൂലിശ്ശേരി നാരായണത്തറ ഹരിഹരന്റെയും ലക്ഷ്മിപ്രിയയുടെയും മകനായ അശ്വിന്റെ ഇടപെടലാണ് അച്ചമ്മയെ രക്ഷപ്പെടുത്തിയത്. സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുകയായിരുന്നു സുശീല. തന്റെ കോട്ടൺ സാരിയിൽ തീ പിടിച്ചതറിഞ്ഞില്ല. ദേഹത്ത് ചൂട് അനുഭവപ്പെട്ടപ്പോഴാണ് വസ്ത്രത്തിൽ തീ പിടിച്ച കാര്യം അറിഞ്ഞത്. പെട്ടെന്ന് കരച്ചിൽ കേട്ട് അശ്വിൻ ഓടിയെത്തി ബക്കറ്റിലെ വെള്ളം ഒഴിച്ച് രക്ഷപ്പെടുത്തുകയായിരുന്നു. പാടുകാട് കോപ്പറേറ്റീവ് പബ്ലിക് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ അശ്വിനെ പ്രിൻസിപ്പൽ ശ്രുതി
ശ്രുതി ബാലകൃഷ്ണൻ അഭിനന്ദിച്ചു. ഞാനിവിടെ കിടക്കുന്നു, പനി പിടിച്ച് കിടക്കുന്നു. അപ്പോൾ അമ്മ കുളിക്കാന്നു, അച്ഛമ്മ ഇനി വിളക്ക് ഇങ്ങനെ വെക്കുന്നു പൂജമുറിയിൽ. അപ്പോൾ വിളക്ക് വെക്കുന്ന സമയത്ത് ഇങ്ങനെ വിളക്ക് കത്തിച്ചു, ഇങ്ങനെ വെച്ച് സെറ്റപ്പായി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രാർത്ഥന കണ്ണടച്ചപ്പോൾ അത് കണ്ടില്ല, പെട്ടെന്ന് കത്തി. ഇത് കോട്ടൺ സാരി, അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കത്തും. അപ്പോൾ അത് കത്തിച്ച് കഴിഞ്ഞപ്പോൾ അച്ഛമ്മ ഭയങ്കര ഇവിടെ കത്തില്ല, ചൂട് കയറിയപ്പോൾ അച്ഛമ്മ ഓടി ഇട്ടു. എന്നെ വിളിച്ചു, കുട്ടാനെ വിളിച്ചപ്പോൾ ഞാൻ ഓടി വന്നപ്പോൾ ഞാൻ പനിച്ച് കിടക്കുന്നു. അപ്പോൾ ഓടി വന്ന് ചെന്ന് നോക്കിയപ്പോൾ അച്ഛമ്മ ഭയങ്കര ഇവിടെ വരെ ലെവലിൽ കത്തിയിരുന്നു. അപ്പോൾ അമ്മേനെ വിളിച്ചു, ഞാൻ ഇവിടെ ആൾക്കാരെ ഓടി വിളിച്ചു. അപ്പോൾ അവർ വരുന്നുള്ളൂ. ആ സമയത്ത് അച്ഛമ്മ ഇങ്ങനെ ഓടി കിടക്കുന്നു, പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല ആ സമയത്ത്. അപ്പോൾ അമ്മേനെ വിളിച്ചു. ഞാൻ വേഗം പോയിട്ട് അമ്മ സാരിയൊക്കെ തട്ടി മാറ്റുന്ന സമയത്ത് ഞാൻ അവിടെ വെള്ളം നിറയ്ക്കാൻ പോയപ്പോൾ സമയത്ത് വെള്ളം ഇങ്ങനെ നിറയ്ക്കുമ്പോൾ വെള്ളം കയറില്ലല്ലോ. അപ്പോൾ ഞാൻ പഴയ വെള്ളം ഉണ്ടായിരുന്നു അവിടെ ചെടിയിൽ ഒഴിക്കുന്ന വെള്ളം, ആ വെള്ളം വെച്ചിട്ട് അച്ഛമ്മേനെ ഒഴിച്ചു ഇവിടെ. അപ്പോൾ ഇപ്പോൾ അച്ഛമ്മയുടെ കയ്യിൽ തൊലിയൊക്കെ എല്ലാം പോയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛമ്മ ഇങ്ങനെ തല ഇങ്ങനെ വിങ്ങി ഗ്ലൂക്കോസ് ഇട്ട് മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ 2 മണിയാകുമ്പോൾ തിരിച്ചെത്തി. സ്വച്ഛ് ഭാരത് മിഷൻ ക്ലീൻ ടോയ്ലറ്റ് ക്യാമ്പയിന്റെ ഭാഗമായി കുന്നംകുളം നഗരസഭ പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ ഇലക്ട്രോണിക് നാപ്കിൻ ഡിസ്ട്രോയർ മെഷീൻ സ്ഥാപിച്ചു. ദിവസവും 200ഓളം നാപ്കിനുകൾ സംസ്കരിക്കാൻ ശേഷിയുള്ളതാണ് ഇത്. ബസ് സ്റ്റാൻഡിലെ ശുചിമുറികളിൽ നിന്ന് ശേഖരിക്കുന്ന നാപ്കിനുകളാണ് ഇതിൽ നിക്ഷേപിക്കുക. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ സ്വിച്ച് ഓൺ നിർവഹിച്ചു. വാർഡ് കൌൺസിലർ മിനി മോൻസി അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ്, കൌൺസിലർമാരായ MV വിനോദ്, AS സനൽ, PV സജീവൻ, ശുചിത്വ മിഷൻ പ്രതിനിധി TV മഞ്ജു തുടങ്ങിയവർ പങ്കെടുത്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ 40ാമത് വാർഷിക സമ്മേളനം വടക്കാഞ്ചേരിയിൽ മണി ചെറുതുരുത്തി ഉദ്ഘാടനം ചെയ്തു. AKPA യൂണിറ്റ് പ്രസിഡന്റ് ഡെന്നി പാർലിക്കാട് അധ്യക്ഷത വഹിച്ചു. സുരേഷ് അൽഫ, ഷോബി സൈൻ, ഷാജി ലെൻസ്മാൻ, PV മുരളി തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി പറപ്പാടം കോൾപടവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുല്ലശ്ശേരി കൃഷിഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഇടിയൻചിറ റെഗുലേറ്റർ നവീകരണം നടപ്പിലാക്കുക, ഉപ്പുവെള്ളം കയറി കൃഷി നശിപ്പിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കർഷകരുടെ പ്രതിഷേധം. പെരുവല്ലൂർ സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കൃഷിഭവന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ ജൈവ വൈവിധ്യ സംരക്ഷകൻ NJ ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. PL ജേക്കബ് അധ്യക്ഷത വഹിച്ചു. ബാബു കർണംകോട്ട്, KR വിശ്വനാഥൻ, CP ഘോഷ്, V തുളസി, സ്വപ്ന രാജീവ്, CU സനിൽ, PB ബാബു എന്നിവർ സംസാരിച്ചു. അരിമ്പൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാളിന് കൊടിയേറി. മാർട്ടോണി നീലങ്കാവൽ കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ ഫ്രാങ്കോ കവലക്കാട്, അസിസ്റ്റന്റ് വികാരി ലിവിൻ ചൂണ്ടൽ, കൈക്കാരന്മാരായ ഫ്രാൻസിസ് കവലക്കാട്, ലാസർ അന്തോണി, വർഗീസ് പൊന്മണി, സിജോൺ കുണ്ടുകുളങ്ങര, ജനറൽ കൺവീനർ CL ജോൺസൺ, പബ്ലിസിറ്റി കൺവീനർ PA വിൽസൺ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഈ മാസം 12, 13 തീയതികളിലാണ് തിരുനാൾ. സർവമംഗള ട്രസ്റ്റ് ഏർപ്പെടുത്തിയ കവിതാ പുരസ്കാരത്തിന് കവിതാ സമാഹാരങ്ങൾ ക്ഷണിച്ചു. നവാഗത എഴുത്തുകാരുടെ പുസ്തകങ്ങളാണ് പരിഗണിക്കുക. ജനുവരി ആദ്യവാരത്തിൽ പെരുവനത്ത് പുരസ്കാരം സമ്മാനിക്കും. നിധി കമ്പനീസ് അസോസിയേഷന്റെ സംസ്ഥാന വാർഷിക പൊതുസമ്മേളനം ഞായറാഴ്ച തൃശൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ഡേവിസ് പാലത്തിങ്കൽ അധ്യക്ഷത വഹിക്കും. JCI സംഘടിപ്പിക്കുന്ന കിൻഡ ഫെസ്റ്റ് ഞായറാഴ്ച തൃശൂരിൽ നടക്കും. കിൻഡർ ഗാർഡൻ കുട്ടികൾക്കായി ഫാൻസി ഡ്രസ്, ബേബി കിങ്, ബേബി ക്വീൻ വിഭാഗങ്ങളിൽ മത്സരങ്ങൾ നടക്കും. സർഗസ്വരം സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച തൃശൂരിൽ സർഗസംഗമ സന്ധ്യ ഒരുക്കും. ഡോക്ടർ PV കൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്യും. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7080, പവന് 56,640. വെള്ളി ഗ്രാമിന് 100, പ്ലാറ്റിനം ഗ്രാമിന് 3349 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ATM കൊള്ള നടത്തിയ കേസിലെ പ്രതികളെ തൃശൂരിലെത്തിച്ചു. 7-അംഗ കവർച്ചാ സംഘത്തിലെ 5 പ്രതികളെയാണ് തൃശൂരിലെത്തിച്ചത്. പ്രതികൾ മറ്റൊരു ATM കൂടി കൊള്ള നടത്താൻ ലക്ഷ്യമിട്ടിരുന്നതായി പോലീസ്.
സംസ്ഥാന സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ ബി.ജെ.പി. കളക്ടറേറ്റ് മാർച്ച് നടത്തി. മുഖ്യമന്ത്രിക്ക് പലതും ഒളിക്കാനും ഭയക്കാനും ഉള്ളതുകൊണ്ടാണ് പറഞ്ഞതെല്ലാം വിഴുങ്ങുന്നതെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ്. കുവൈറ്റിൽ ഇറാനിയൻ വാണിജ്യ കപ്പൽ അപകടത്തിൽ മരിച്ച മണലൂർ സ്വദേശിയുടെ മൃതദേഹം നാളെ എത്തിക്കും. മണലൂർ വിളക്കേത്ത് ഹനീഷാണ് 1 മാസം മുൻപുണ്ടായ അപകടത്തിൽ മരിച്ചത്. അരണാട്ടുകര ഷീല കൊലക്കേസ് പ്രതികളെ വെറുതെ വിട്ടു. തൃശൂർ 1ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതികളെ വെറുതെ വിട്ടത്. മാള സ്നേഹഗിരിയിൽ വീടിനും കാറിനും ബൈക്കിനും പെട്രോൾ ഒഴിച്ച് തീയിട്ട സംഭവത്തിൽ ബന്ധു അറസ്റ്റിൽ. കുടൂർ കുന്നത്തുപറമ്പിൽ ഫ്രാൻസിസ് ആണ് അറസ്റ്റിലായത്. കൊരട്ടി തിരുമുടിക്കുന്നിൽ ആന്ധ്ര സ്വദേശിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. വീട്ടുടമയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.